ലോകം ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം നേപ്പാളിൽ ജനിച്ച വെറും 2 വയസ്സും 8 മാസവും പ്രായമുള്ള ഒരു കുഞ്ഞ് ഇന്നത്തെ ദിവസം ദൈവത്തെന്നോണം ആദരിക്കപ്പെടുന്നു. അവൾ സാധാരണ കുട്ടിയല്ല, അവൾ ജീവിച്ചിരിക്കുന്ന ദേവതയാണ്. നേപ്പാളിലെ പുതിയ കുമാരി ദേവി ആര്യതാര ഷാക്യ, ഈ പേരാണ് ഇപ്പോൾ കാഠ്മണ്ഡുവിന്റെ തെരുവുകളിൽ മുഴങ്ങുന്നത്. ഈ കുഞ്ഞ് ഇനി സാധാരണ ജീവിതം നയിക്കില്ല. അവളുടെ ഭാവി മനുഷ്യരിൽ നിന്ന് വേർപെട്ട ദൈവത്വത്തിന്റെ ലോകത്താണ്. ചില ദിവസങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ നടന്നുകഴിഞ്ഞ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരപരമായ ചടങ്ങ് പുതിയ കുമാരിയുടെ തിരഞ്ഞെടുപ്പ്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് 2 വയസ്സും 8 മാസവും പ്രായമുള്ള ആര്യതാര ഷാക്യയാണ്. അവളെ കുടുംബാംഗങ്ങൾ തങ്ങളുടേതായ വീടായ കാഠ്മണ്ഡുവിൽ നിന്ന് പാരമ്പര്യമായി ചുമന്നുകൊണ്ട് ശതാബ്ദങ്ങൾ പഴക്കമുള്ള കുമാരി ഗറിലേക്ക് അഥവാ ദേവതയുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് പ്രദക്ഷിണമായി കാഠ്മണ്ഡുവിലെ പ്രസിദ്ധമായ ദർബാർ സ്ക്വയർ വഴിയുള്ള യാത്ര. അവസാനം തലേജോ ഭവാനിയുടെ ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ മുഴുവൻ ജനാവലി ഭക്തിയോടെ നമ്രശിരസായി നിന്നു. അവരുടെ പുതിയ ദേവിയെ കണ്ട സന്തോഷത്തിൽ ആനന്ദ നൃത്തം ചവിട്ടി. ഈ ആചാരം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ഹിന്ദു മതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും ആരാധകർ ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു അനുഷ്ഠാനം. നേവർ സമുദായത്തിൽ ഷാക്യ വംശത്തിൽപ്പെട്ട പെൺകുട്ടികളെയാണ് കുമാരിയാക്കുന്നത്. സാധാരണയായി 2 മുതൽ 4 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ദേവതയായി കണക്കാക്കുന്നത്. തിരഞ്ഞെടുപ്പിന് കർശനമായ മാനദണ്ഡങ്ങളുണ്ട്. പരുക്കുകളില്ലാത്ത ശരീരം, പരിപൂർണമായ പല്ലുകൾ, മിനുസമുള്ള ചർമ്മം, കറുത്ത മുടി, ഭയമില്ലാത്ത കണ്ണുകൾ. അവൾ ഇരുട്ടിനെയും പേടിക്കരുത്. ഇത്തരം കുഞ്ഞുങ്ങളെയാണ് തലേജോ ദേവിയുടെ പ്രതിരൂപമായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അവൾക്ക് ആദ്യത്തെ മാസമുറയാവുന്നത് വരെ ദൈവീക സ്ഥാനമാണ് ലഭിക്കുന്നത്. അതിനുശേഷം അവർ സാധാരണ മനുഷ്യരായി കണക്കാക്കപ്പെടും. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ആര്യതാരയുടെ ജീവിതം പൂർണ്ണമായി മാറുകയാണ്. അവൾ ഇനി ദൈവം തന്നെയാണ്. ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം, നെറ്റിയിൽ 3-ാം കണ്ണ്, കുണ്ടലങ്ങൾ, പാദത്തിൽ നഖചിത്രങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് ഇനി അങ്ങോട്ടുള്ള അവളുടെ ജീവിതം. ആര്യതാര ഇനി വർഷങ്ങളോളം ഈ ക്ഷേത്രത്തിനുള്ളിലായിരിക്കും കഴിയുക. പുറം ലോകവുമായി ബന്ധം വളരെ പരിമിതം. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും വിട്ട് ദേവതയുടെ ജീവിതം. നേവർ സമൂഹം വിശ്വസിക്കുന്നത് കുമാരി ദേവി തന്നെയാണ് തലേജോ ഭവാനിയുടെ അവതാരം എന്നാണ്. അവളുടെ ദർശനം പുണ്യമാണെന്നും അവളുടെ കണ്ണുകളോടുകൂടിയ ചിരി തന്നെ സ്വർഗത്തിലേക്കുള്ള വിളിയാണെന്നും അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭക്തർ അവളെ കാണുമ്പോൾ തലകുനിച്ച് നമിക്കുന്നതും അവൾ ചിരിക്കുമോ എന്ന ഭയം കൊണ്ട് വിറയ്ക്കുന്നതും. കാരണം അവളുടെ ചിരി ഒരാളുടെ മരണത്തെ സൂചിപ്പിക്കുമെന്നാണ് പൗരാണിക വിശ്വാസം. ഐതിഹ്യം പറയുന്നു, പുരാതന കാലത്ത് നേപ്പാളിലെ രാജാക്കന്മാർ തലേജോ ദേവിയുടെ കടുത്ത ഉപാസകരായിരുന്നു. അവർ ദേവിയുമായി നേരിട്ട് സംസാരിക്കുകയും ചിലപ്പോഴൊക്കെ ചൂത് കളിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം രാജാവ് ദേവിയോട് അപ്രിയമായ എന്തോ ചെയ്തു. അത് ദേവിയെ കോപിപ്പിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, ഇനി മുതൽ ഞാൻ മനുഷ്യരിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ തുടങ്ങിയതാണ് കുമാരി ആചാരം, ജീവിച്ചിരിക്കുന്ന ദേവതയുടെ പരമ്പര. കുമാരിയായ പെൺകുട്ടികൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ അത്യന്തം കർശനമായ ജീവിതമാണ്. പാദം നിലത്തു സ്പർശിക്കാൻ പാടില്ല. മത്സ്യം, മാംസം, മുട്ട എന്നിവ ഭക്ഷിക്കരുത്. തുകലുപയോഗിച്ച സാധനങ്ങൾ നിരോധിതം. പ്രധാന ഉത്സവങ്ങൾക്കോ രാജകീയ ചടങ്ങുകൾക്കോ മാത്രമേ അവൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് പോകൂ, അതും മറ്റൊരാളുടെ ചുമലിലിരുന്ന്. അവൾക്ക് നിത്യവും പൂജയും ആരാധനയും ഉണ്ടാകും. ജനങ്ങൾ അവളുടെ ദർശനത്തിനായി മണിക്കൂറുകൾ നീണ്ടു കാത്തിരിക്കും. പക്ഷേ ഈ ദൈവീയ ജീവിതത്തിനും ഒരു അവസാനമുണ്ടാകും. കുമാരിയായിരുന്ന പെൺകുട്ടിക്ക് ആദ്യമായി മാസമുറയുണ്ടായാൽ അവളുടെ ദൈവീയ സ്ഥാനം അവസാനിക്കും. ഇപ്പോൾ 11 വയസ്സുള്ള മുൻ കുമാരി തൃഷ്ണ ഷാക്യയാണ് ആര്യതാരയ്ക്ക് മുൻപ് ദേവിയായിരുന്നത്. പുതിയ കുമാരി ആര്യതാര സ്ഥാനമേൽക്കുമ്പോൾ തൃഷ്ണ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ വീട്ടിലേക്ക് മടങ്ങി. അവളുടെ ദൈവീക കാലഘട്ടം അവസാനിച്ചു. പക്ഷെ അതിനുശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് എളുപ്പമല്ല. കാരണം അവളുടെ ബാല്യം മുഴുവൻ ലോകത്തിൽ നിന്നും വേർപെട്ട് കഴിഞ്ഞതാണ്. സാമൂഹികമായി, മാനസികമായി അതൊരു കഠിനമായ മാറ്റമാണ്. കുമാരിയായിരുന്ന പെൺകുട്ടികളെ പിന്നീട് വിവാഹം ചെയ്യാൻ ആരും തയ്യാറാകില്ല. കാരണം നേപ്പാളിലെ പ്രാദേശിക വിശ്വാസം പറയുന്നത് കുമാരിയെ വിവാഹം ചെയ്യുന്ന പുരുഷൻ ചെറുപ്രായത്തിൽ മരിക്കുമെന്നാണ്. അതിനാൽ പലരും ജീവിതം മുഴുവൻ അവിവാഹിതരായി തുടരുന്നു. എന്നാൽ സർക്കാർ അവരെ മറക്കില്ല.
കുമാരി സ്ഥാനത്ത് നിന്ന് മാറിയവർക്ക് പ്രതിമാസം 10,000 നേപ്പാൾ രൂപ വരെ പെൻഷൻ സർക്കാർ നൽകുന്നു. അത് മിനിമം വേതനത്തെക്കാൾ കൂടുതലാണ്. ആദ്യതാരയുടെ കുടുംബം പറയുന്നത് കൂടുതൽ കൗതുകകരമാണ്. കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്തു തന്നെ ദേവിയുടെ അനുഗ്രഹ ലക്ഷണങ്ങൾ കുടുംബത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ ദേവതയായി അവർ അവളെ കാണുന്നതിന്റെ ആധാരം. ശാക്യ വംശത്തിലെ കുടുംബങ്ങൾക്ക് ഒരു പെൺകുട്ടി കുമാരിയാകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി കരുതപ്പെടുന്നു. അവൾ വെറും 2 വയസ്സുകാരിയാണ്. കളിക്കേണ്ട പ്രായം. പക്ഷേ ഇപ്പോൾ മനുഷ്യരുടെ ഭക്തിയും പേടിയും നിറഞ്ഞ ലോകത്തിന്റെ നെറുകയിലാണ്. നൂറ്റാണ്ടുകൾ നീണ്ടു നിലനിൽക്കുന്ന ഈ ആചാരം ഇപ്പോഴും നേപ്പാളിലെ ആത്മാവിന്റെ ഭാഗമാണ്. മതവും വിശ്വാസവും ചേർന്ന് ജീവിക്കുന്ന ഒരു ദേവത, ആര്യതാര ശാക്യ. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ദേവത. ദൈവമായി ജീവിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ ജീവിതം ഒരു ആചാരം മാത്രമല്ല, സ്ത്രീകൾക്ക് പൗരാണികർ നൽകിയ ദൈവീക സ്ഥാനത്തിന്റെ പ്രൗഢിയും തിരുശേഷിപ്പും കൂടിയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.